ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ 2 വർഷം മുൻപ് ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 8 കിലോളം ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ അത്രയും വെയിറ്റൊക്കെ കുറയ്ക്കും, ഞാനൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വാശിപ്പുറത്താണ് അന്ന് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ആ സമയത്ത് എൻ്റെ കല്യാണം സമയമായിരുന്നു. പിന്നെ എന്തൊക്കെയോ അങ്ങനെ തോന്നി. കല്യാണം മാത്രമല്ല, കല്യാണം ഒരു 50%, ബാക്കി 50% എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ അന്ന് വെയിറ്റ് കുറച്ചത്. അപ്പോൾ അന്ന് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയാനായിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഷുഗർ കട്ടായിരുന്നു. എനിക്കറിയാം ഷുഗർ കട്ട് ചെയ്യണം, ഷുഗർ കട്ട് ചെയ്യാതിരിക്കാൻ നമുക്ക് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അന്നത് ചെയ്തത് കൊണ്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു 2-2.5 വർഷം ഉണ്ട് കേട്ടോ. അത്രയും സമയത്തോളം ഞാൻ ഷുഗർ ഇപ്പോഴും കഴിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അടുത്ത് ഭയങ്കര പ്രൗഡ് തോന്നാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഷുഗർ കട്ട് ചെയ്തതിൻ്റെ കുറച്ച് കഥകളും കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ മോട്ടിവേഷൻ കിട്ടിയാലോ ഞാനത് പറയുന്നത് കൊണ്ട്. ഇപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും അതുപോലെ ഷുഗറൊന്നും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ എക്സസൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഷുഗർ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അപ്പോഴും മധുരമായിട്ടുള്ള ചായ കുടിച്ചാലേ ഉറക്കം വരൂ, അല്ലെങ്കിൽ ആ ദിവസം ആ മധുരമായിട്ടുള്ള ചായ കുടിച്ചിട്ട് അങ്ങനെ ഒരു ദിവസമേ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കറിയാം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കും പറ്റും, നിങ്ങൾക്കും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, ഷുഗർ കട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാനിപ്പോഴും ഷുഗർ കട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ട്, 2-3 കിലോ ഇപ്പോൾ കൂടി, പക്ഷേ ഞാൻ കുറയ്ക്കാറുണ്ട്. പിന്നെന്താ, ഇത്രയും നാളധികം അങ്ങനെ കാര്യമായിട്ട് ഡയറ്റ് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കൊരു മനുഷ്യനാണല്ലോ, അപ്പോൾ നമുക്ക് ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നും. മന്തി, ബിരിയാണി, ഫ്രൈഡ് റൈസ്, അതുപോലെ പപ്സ്, അങ്ങനെ പിന്നെ മധുര പലഹാരങ്ങളൊക്കെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതൊന്നും ഞാൻ കഴിച്ചിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഇപ്പോഴായി പിന്നെ കഴിക്കാറുണ്ട്. കാരണം നമ്മുടെ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. നമുക്കിനി തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിനി പിന്നിലോട്ട് ചിന്തിച്ചിട്ട് അയ്യോ ഞാനത് കഴിച്ചില്ലല്ലോ എന്നൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കഴിക്കാറുണ്ടെങ്കിലും ഡയറ്റിന് ഇങ്ങനെ ഫോളോ ചെയ്യണം. പക്ഷെ ഇപ്പോൾ ഞാനത് കഴിക്കാറുണ്ടെങ്കിലും ഞാൻ ഷുഗർ കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷുഗർ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഒരു ഹെൽത്തി ഹാബിറ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമ്മൾ എന്നും ഡെയിലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഷുഗർ കട്ട് ചെയ്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത്, അത് വലിയ പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്നൊരു വീഡിയോ ഒന്നുമല്ല. ഞാൻ പൊതുവേ വീഡിയോ എടുക്കുമ്പോൾ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ എടുക്കാറ്. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നുമല്ല. ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളും പേഴ്സണൽ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മാറ്റങ്ങൾ വരും നമ്മുടെ ലൈഫിൽ. നമുക്ക് തന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമൊക്കെ തോന്നും കേട്ടോ. ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമുക്ക് ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് നിർത്താൻ പറ്റില്ല. എന്ത് ഹാബിറ്റ് ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് നിർത്താനായിട്ട് പറ്റില്ല. അതിപ്പോൾ എന്ത് സംഭവമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരാളോട് ഭയങ്കര കണക്റ്റ് ആയിരിക്കുകയാണ് നമ്മളെന്ന് വെച്ചാൽ, അയാളോട് എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്ന് വെച്ചാൽ, നമുക്ക് പിറ്റേ ദിവസം അയാളോട് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റുമോ, അയാൾ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഷുഗർ ഇട്ടിട്ടുള്ള കാര്യങ്ങൾ കുടിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഷുഗർ കഴിക്കുക എന്ന് പറയുന്നത് മധുരം ജിലേബി ലഡു കഴിക്കുന്നതല്ല. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണ്? ചായയാണ്. ഈ ചായയാണ് നമ്മൾ 2 നേരം കുടിക്കുന്നത്. ചില ആൾക്കാർ 3 നേരം 4 നേരം കുടിക്കുന്ന ആൾക്കാർ എനിക്കറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഷുഗറിൻ്റെ ആ വില്ലനായിട്ട് വരുന്നത് ചായയിലാണ്. അപ്പോൾ ഈ ചായയാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത്. എൻ്റെ ഒരു കേസിൽ ഞാൻ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അന്ന് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവിടെ നല്ല മധുരമുള്ള ചായയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പക്ഷേ ഞാൻ വലിയ മധുരം കഴിക്കാൻ താല്പര്യമുള്ള കൂട്ടമൊന്നും ആയിരുന്നില്ല. പിന്നെ ഞാൻ അന്നവിടെ ഹോസ്റ്റലിൽ പോയപ്പോഴും നല്ല മധുരമുള്ള ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൊച്ചിയിലെത്തിയപ്പോഴും അവിടെ നല്ല മധുരമുള്ള ചായയാണ് തരുന്നുണ്ടായിരുന്നത്. നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും പറയാൻ പറ്റില്ലല്ലോ, തരാൻ പറ്റില്ല, എനിക്ക് ചായ മധുരം കുറച്ച് തരണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയി ഞാൻ തീരുമാനിച്ചു, മധുരമായിട്ടുള്ള ചായ കുടിക്കരുത് എന്ന് തീരുമാനിച്ചു, മധുരമായിട്ടുള്ള ഒന്നും ഇനി കഴിക്കരുതെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എന്താ പറയുക, അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ കുടിക്കണം, അവരാരും നിർബന്ധിച്ച് നമുക്ക് തരുന്നതല്ലെങ്കിലും നമുക്ക് കുടിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഈ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണ്ടപ്പോൾ ഞാൻ എൻ്റെ വലിയൊരു ഗ്ലാസ് ആയിരിക്കുമല്ലോ, എനിക്കുണ്ടായിരുന്ന വലിയ ഗ്ലാസ് ആയിരുന്നു. ആ ഗ്ലാസിൻ്റെ പകുതി വെച്ചിട്ട് ഞാൻ മധുരമായിട്ടുള്ള ചായ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 1-2 ആഴ്ച പകുതി വെച്ച് ആ ചായ കുടിച്ചു. അത് വൈകിട്ട് നമുക്ക് ചായ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്കപ്പോഴും ഒരു കുറ്റബോധം, ഞാൻ കുടിക്കുന്നുണ്ടല്ലോ, ഞാൻ ഡയറ്റ് തുടങ്ങി പക്ഷേ മധുരമുള്ള ചായ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീക്കെൻഡായി നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ റൂട്ടീൻ കുറച്ചൊന്ന് മാറി. രാവിലെ തന്നെ ഈ ചായ ഒന്നും കിട്ടില്ല, വീട്ടിൽ കിട്ടുമെങ്കിലും ഇങ്ങനെ കുടിക്കാൻ
തോന്നിയില്ല. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഞാനത് ചായ കുടിച്ചില്ല. ആ ചായ എനിക്ക് കിട്ടുന്നില്ലല്ലോ. പിന്നെ വീട്ടിൽ ഉള്ള ചായ ഞാൻ കുടിച്ചില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലെത്തിയപ്പോൾ ആ ചായ ഞാൻ ഒഴിവാക്കി, ഫുള്ളായിട്ട് ഒഴിവാക്കി. എനിക്കത് കുടിക്കാനേ തോന്നുന്നുണ്ടായില്ല. എന്തോ ദൈവഭാഗ്യത്തിന് എനിക്കത് കുടിക്കാനേ തോന്നുന്നുണ്ടായില്ല. അതുകൊണ്ട് അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അന്നാണ് ഞാൻ മധുരം സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ അന്നങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തല കറങ്ങുന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ബോഡിയിൽ മധുരമില്ല, ഷുഗർ ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നി. എന്നിട്ട് പിന്നെ റൂമിൽ പോയി ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചപ്പോൾ സെറ്റായിട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഷുഗർ നല്ല രീതിക്ക് തന്നെ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഷുഗർ കഴിക്കണം തോന്നുകയാണെങ്കിൽ ശർക്കര കഴിക്കുക. ശർക്കര എപ്പോഴും കഴിക്കാമെന്നല്ല, ശർക്കര ഇട്ടുള്ള ചായ കുടിക്കുക. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് ശർക്കര ചായ കുടിക്കാമെന്നുള്ളത്. അതിനുശേഷം ഞാൻ വീക്കെൻഡിലൊക്കെ വീട്ടിൽ പോകും. അതും ഒരു 4-5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം ആ 5 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ശർക്കരയുള്ള ചായ കുടിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ശർക്കരയുള്ള ചായ കുടിക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് മധുരം കഴിക്കാനുള്ള ടെംപ്റ്റേഷൻ വളരെ കുറവായിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം. അത് നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റും, നമുക്ക് പറയാൻ പറ്റില്ല. അതെങ്ങനെ എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ എളുപ്പമാണ്, അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് അത്രയ്ക്കുള്ള ടെംപ്റ്റേഷൻ ഉണ്ടായില്ല, എന്നാലും ഞാൻ മധുരം കഴിക്കാറുണ്ട് എന്നും. അപ്പം പിന്നെ ചായ കൂടി ഫുള്ളായിട്ട് ഞാൻ നിർത്തി. അപ്പോൾ നിങ്ങൾക്ക് മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ പിന്നെ അതുപോലെ ഡേറ്റ്സ് എന്തെങ്കിലും കഴിക്കുക, നട്ട്സ് ഒക്കെ കഴിക്കുക. പിന്നെ അത്രയും മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അത്രയും കട്ട് ചെയ്തിട്ട് നല്ല മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ കഴിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാൻ ബിസ്ക്കറ്റൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ മധുരം കഴിക്കാൻ തോന്നാറില്ല. പക്ഷേ ഇടയ്ക്ക് സ്ട്രെസ്സൊക്കെ നമുക്ക് തോന്നുമല്ലോ, അങ്ങനെ സ്ട്രെസ്സ് തോന്നുന്ന സമയത്ത് മിഠായി കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ ബോഡിയിൽ മധുരം വേണം, അങ്ങനെ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ മധുരം കഴിക്കുമ്പോൾ എനിക്ക് തോന്നും മധുരം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി എന്താ പറയുക, നല്ല ഒരു ഭയങ്കര ഒരു തടിയുള്ള പോലെ, എനിക്ക് തടി വരുന്ന പോലെ എനിക്ക് എന്താ ഒരു ബോഡിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ മധുരം കഴിക്കാണ്ടിരിക്കുമ്പോൾ തോറും ഭയങ്കര സുഖമായിട്ട് ഫീൽ ചെയ്യും. എന്താ ഭയങ്കര ഫ്രീ ആയിട്ട് ബോഡീനെ വിടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എന്തോ ദൈവം സഹായിച്ച് എനിക്ക് ഇപ്പോഴും മധുരം കഴിക്കാനൊന്നും തോന്നാറില്ല. ഞാൻ ഇപ്പോഴും ഇവിടെ റെസ്റ്റോറൻറ്റ്സിൽ ഇവിടെ എല്ലാവരും പോയി കഴിഞ്ഞാൽ വിത്തൗട്ട് ഷുഗറുള്ള ചായ കുടിക്കും. ഇവർക്കൊക്കെ അറിയാം ഞാൻ എപ്പോഴും വിത്തൗട്ട്. അപ്പോൾ അവർ ചെന്നാൽ വിത്തൗട്ട് എല്ലാം ചോദിക്കും. ഞാൻ ചായ കുടിക്കാറുണ്ടെങ്കിലും വിത്തൗട്ടാണ് കുടിക്കുക. പിന്നെ ഞാൻ അടുത്തൊരു ടിപ്പ് പറയാം. നിങ്ങൾക്ക് മധുരം ഇട്ടിട്ട് ചായ കുടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മധുരത്തിനുള്ള ടെംപ്റ്റേഷൻ നിങ്ങൾക്ക് കൂടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റേ ഏലക്കായ പാലിട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിൽ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുടിച്ച് കഴിഞ്ഞാൽ ഏലക്കായയുടെ ആ ഒരു ടേസ്റ്റിൽ മധുരത്തിൻ്റെ ആ ഒരു ഇത് കിട്ടും, ആ ഒരു വൈബ് കിട്ടും. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഏലക്കായ അങ്ങനെ വാങ്ങിച്ചിട്ട് നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുത്തിയിട്ട് അങ്ങനെ കുടിക്കാറുണ്ട്. ഇപ്പം ഏലക്കായ തീർന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല, എനിക്ക് അല്ലെങ്കിലും ഞാൻ ഓക്കെ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഏലക്കായ യൂസ് ചെയ്യുക. അതുപോലെ പാൽച്ചായയിൽ ഏലക്കായ യൂസ് ചെയ്യുക. പിന്നെ മിൻറ്റ് ഇട്ടിട്ട് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നമുക്ക് അതിന് മധുരം കഴിക്കാനുള്ള ടെംപ്റ്റേഷൻ കുറച്ച് കുറയും. മിൻറ്റ് യൂസ് ചെയ്യുക, ഏലക്കായ യൂസ് ചെയ്യുക, പിന്നെ ജാഗരി, നമ്മൾ ശർക്കര ഇട്ടിട്ട് ചായ കുടിക്കാൻ നോക്കുക. ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ മൈൻഡാണ്, നമുക്ക് അത്രയും വാശിയാണ് ഇത് കുറയ്ക്കണം. ഷുഗർ കട്ട് ചെയ്യുന്ന വാശിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ചലഞ്ച് എടുക്കുക. 2 ആഴ്ച ഷുഗർ കട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 2 മാസം ഷുഗർ കട്ട് ചെയ്ത് നോക്കുക. ഞാൻ 2-2.5-3 വർഷത്തോളമായി ഇപ്പോൾ ഷുഗർ കഴിച്ചിട്ട്. മീൻസ് ഷുഗർ കഴിക്കുന്നുണ്ട് വല്ലപ്പോഴൊക്കെ, എന്നല്ലാതെ എന്നും ഇങ്ങനെ ഷുഗർ കഴിക്കാറില്ല. പിന്നെ നമ്മുടെ ബോഡിയിൽ ഷുഗർ കണ്ടന്റ് കുറച്ചൊക്കെ വേണം, ഇതിൻ്റെ ഒരു അംശം വേണം. എന്നാലും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അതിൽ. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. എപ്പോഴും മധുരമുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റും ആ ഒരു ഇതില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്ക് മധുരം കഴിക്കുമ്പോൾ എനിക്ക് മത്തൊക്കെ എടുക്കാറുണ്ട്, ഭയങ്കര മത്ത് തോന്നാറുണ്ട്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയിട്ട് നമുക്ക് സദ്യയൊക്കെ കിട്ടും, മീൽസൊക്കെ പറയുമല്ലോ. അപ്പോൾ ചെറിയൊരു കുഞ്ഞൊരു കുപ്പിയിൽ എന്താ പറയുക പായസം കിട്ടാറുണ്ട്. അതുപോലെ ഞാൻ കുടിക്കാറില്ല, ഞാൻ കുടിക്കാൻ തോന്നാറില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ കുടിക്കാൻ തോന്നുമ്പോൾ ഞാൻ കുടിക്കാറുണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിൻ്റെ പവർ വേറെ തന്നെയാണ്. പിന്നെ ശർക്കര ചായ ഇട്ട് കുടിക്കുക. എപ്പോഴല്ല ശർക്കര ചായ എപ്പോഴും കുടിക്കാൻ പാടില്ല, നിങ്ങൾക്ക് തോന്നുമ്പോൾ കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ കുറച്ച് കൊണ്ടുവരാം. നമുക്ക് കുടിക്കാൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മധുരം കുറയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഷുഗർ കട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ഇത്ര ചായ കുടിക്കുകയാണെങ്കിൽ അത് ഇത്രയാക്കാം നിങ്ങൾക്ക് പറ്റും. അത് കുറച്ചിട്ട് കുറച്ച് പിറ്റേ ദിവസം അതിനും കുറയ്ക്കേണ്ട, കുറച്ചിട്ട് അത് ആ രീതിയിൽ കുറച്ചാണ് പോവാം, ഒരാഴ്ച പോവാം. പിന്നെ ഇത്രയും കുറച്ചിട്ട് അതിലൊരാഴ്ച പോവാം. അങ്ങനെ പോവാം. പിന്നെ ഏലക്കായ യൂസ് ചെയ്യുക, ജാഗരി യൂസ് ചെയ്യുക, മിൻറ്റ് ഇടാം. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാണ്ട് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. കാരണം ഒരുപാട് പേര് ഷുഗർ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് പറയുന്നത് കേൾക്കാറുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്.
എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ച് മോട്ടിവേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. എന്നത്തേക്കാളും വലിയ യൂസ്ഫുള്ളായി ആവും ഈ വീഡിയോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക, ഷുഗറൊക്കെ കട്ട് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം. ബൈ.